സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം പ്രബലമായ അഭിപ്രായ പ്രകാരം മുത്തലക്കൻ സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. ഏത് സമയത്തും ഈ നിസ്കാരം നിർവഹിക്കാൻ പറ്റും. നേരത്തെ നാം പറഞ്ഞു, നിസ്കരിക്കാൻ പറ്റാത്ത ഹറാമുള്ള ചില സമയങ്ങൾ, ആ സമയമല്ലാത്ത ഏത് സമയത്തും തസ്ബീഹ് നിസ്കാരം സ്വഹീഹാവുന്നതാണ്. തസ്ബീഹ് നിസ്കാരം ഒരുപാട് മഹത്വമുള്ള നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അമ്മിന്റെ മകനെ, ഞാൻ നിനക്കൊരു കാര്യം തരട്ടെയോ? നീ അത് ചെയ്താൽ എല്ലാ തെറ്റുകളും നിനക്ക് പൊറുക്കപ്പെടും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും മനഃപൂർവ്വവും മറന്നുകൊണ്ടും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നിനക്ക് പൊറുക്കപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് തരട്ടെയോ എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് 4 റക്അത്താണ്. പകല് നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റ സലാമോടുകൂടി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. 4 റക്അത്ത് മൊത്തത്തിൽ നിസ്കരിക്കുക, ഒരു സലാമോടുകൂടി നിസ്കരിക്കുക. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 സലാം കൊണ്ട് ഈ 2 റക്അത്തായി 2 റക്അത്ത് നിസ്കരിച്ച് സലാം പൊട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഒരാൾ രാത്രി 4 റക്അത്ത് മൊത്തത്തിൽ നിസ്കരിക്കുകയോ പകല് 2 റക്അത്തായി നിസ്കരിക്കുകയോ ചെയ്താൽ പ്രശ്നങ്ങളില്ല. നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിക്കലാണ്. തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ തസ്ബീഹ് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ തക്ബീർ ചൊല്ലി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ശേഷം ഒരു സൂറത്ത് ഓതുക. ഏറ്റവും നല്ലത് 1-ാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത്ത തകാസുർ എന്ന സൂറത്ത് ഓതലാണ്. ആ സൂറത്ത് ഓതിയതിന് ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 15 പ്രാവശ്യം ചൊല്ലുക. ഒരാൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ മാത്രം ചൊല്ലിയാലും തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. ഏറ്റവും നല്ലത് ഈ ദിക്ർ പൂർണ്ണമായി ചൊല്ലലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അപ്പോൾ 15 പ്രാവശ്യം 1-ാമത്തെ റക്അത്തിൽ ചൊല്ലുക. ശേഷം റുക്കൂ ചെയ്ത് റുക്കൂയിൽ സാധാരണ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. പിന്നീട് ഇഅ്തിദാലിൽ 10 ചൊല്ലുക, സുജൂദിൽ 10, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10, സുജൂദിൽ 10, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കൽ സുന്നത്തുണ്ടല്ലോ, ആ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. എന്നിട്ട് എഴുന്നേൽക്കുക. ഇപ്പോൾ ഒരു റക്അത്തായി. ഈ റക്അത്തിൽ 75 ദിക്ർ നാം ചൊല്ലിക്കഴിഞ്ഞു. ശേഷം 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി ശേഷം വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് ഓതുക. അതാണ് ഏറ്റവും നല്ലത്. ഏത് സൂറത്തും ഓതാവുന്നതാണ്. ശേഷം 15 ദിക്ർ ചൊല്ലി നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നിലും ഓരോ സുജൂദിലും റുക്കൂയിലൊക്കെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം എല്ലാത്തിലും ചൊല്ലി അത്തഹിയാത്തിന് വേണ്ടി അവിടെ ഇരിക്കുക. അത്തഹിയാത്ത് ഓതുന്നതിന്റെ മുമ്പോ ശേഷമോ 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. എന്നിട്ട് പകലാണെങ്കിൽ അവൻ സലാം വിട്ടാതെ എഴുന്നേറ്റ് പോകുക, 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. രാത്രിയാണെങ്കിൽ സലാം വിട്ടുക. അതാണല്ലോ ഏറ്റവും നല്ല രൂപം. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇതേപോലെ 2 റക്അത്ത് കൂടി നിസ്കരിക്കുക. ഈ പറഞ്ഞ അതേ രൂപത്തിൽ 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂന സൂറത്ത് ഓതുക. 4-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതുക. ഇങ്ങനെ നിസ്കരിച്ച് 4-ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഓതി ശേഷം ഈ ദിക്ർ ചൊല്ലി, അല്ല അത്തഹിയാത്തിന്റെ മുമ്പ് ഈ ദിക്ർ ചൊല്ലി സലാം വിട്ടുക. ഇങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് തസ്ബീഹ് നിസ്കാരം. അപ്പൊ ഈ തസ്ബീഹ് നിസ്കാരത്തില് 4 റക്അത്തിലൂടെ 300 ദിക്റാണ് ചൊല്ലേണ്ടത്. ഒരാളോട് ഈ ദിക്ർ ചൊല്ലാൻ മറന്നുപോയാൽ, നൃത്തത്തിൽ ഒരാളോട് ദിക്ർ ചൊല്ലാൻ മറന്നുപോയി, എന്നാൽ ആ ദിക്റിനെ അവൻ റുക്കൂയിൽ വെച്ച് പരിഗണിക്കപ്പെടാം. ഇപ്പൊ റുക്കൂയിൽ 25 പ്രാവശ്യം ദിക്ർ ചൊല്ലുക.
റുക്കൂഇൽ ദിക്ർ ചൊല്ലാൻ മറന്നുപോയാൽ ഇഴ്തിദാലിൽ ചൊല്ലാൻ പാടില്ല. ഇഴ്തിദാലിലെ 10 മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. കാരണം ഇഴ്തിദാലിൽ പറയപ്പെട്ട ദിക്റുകളെക്കാളും വർദ്ധിപ്പിക്കാൻ അധികരിപ്പിക്കാൻ പറ്റില്ല ഇഴ്തിദാല്. അപ്പൊ ആ 10 ദിക്ർ മാത്രം ചൊല്ലുക. പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിൽ റുക്കൂഇൽ മറന്നുപോയത് കൂടി പരിഗണിക്കപ്പെടുക. അങ്ങനെ 20 ദിക്ർ സുജൂദിൽ ചൊല്ലുക. സുജൂദിൽ മറന്നുപോയാൽ സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ ചൊല്ലാൻ പാടില്ല, ശേഷമുള്ള സുജൂദിൽ ചൊല്ലുക. ഇങ്ങനെ ഒന്നിൽ മറന്നുപോയാൽ അതിന്റെ ശേഷമുള്ളതിൽ അത് പരിഹരിക്കപ്പെടാൻ പറ്റുന്നതാണ്. ഇങ്ങനെ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുക. ഈ തസ്ബീഹ് നിസ്കാരം ഒരുപാട് പ്രതിഫലമുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു. തസ്ബീഹ് നിസ്കാരത്തെ പറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് നിസ്കരിക്കാത്തവൻ ദീനിനെ ഒരു വിലയും വെക്കാത്തവനാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാന്മാര് പറഞ്ഞു, നിനക്ക് കഴിയുമെങ്കിൽ ദിവസവും നീ ഈ നിസ്കാരം നിർവഹിക്കപ്പെടണം. ദിവസം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതിനും നിനക്ക് കഴിയാതെ വന്നാൽ മാസത്തിൽ ഒരു പ്രാവശ്യം, കഴിയില്ലേ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കപ്പെടണേ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ നിസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ നിലനിർത്തണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി സുന്നത്ത് നിസ്കാരങ്ങളെ ഖളാ വീട്ടാൻ പറ്റുമോ ഇല്ലേ? സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് സമയം നിശ്ചയിക്കപ്പെട്ട എല്ലാ സുന്നത്ത് നിസ്കാരവും ഖളാ വീട്ടാൻ പറ്റും. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു വിത്ർ നിസ്കാരം ഖളാ വീട്ടാൻ പറ്റുമോ. സമയം നിശ്ചയിക്കപ്പെട്ട എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഖളാ വീട്ടാൻ പറ്റും. അത് നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഖളാ വീട്ടാൻ പറ്റുന്നതാണ്. എന്നാൽ കാരണങ്ങളുடைய സുന്നത്ത് നിസ്കാരം അത് ഖളാ വീട്ടാൻ പറ്റുകയില്ല. ഇപ്പോൾ ഗ്രഹണ നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, വുളൂന്റെ സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ ഓരോ കാരണങ്ങളോട് കൂടി വരുന്നതാ. വുളൂ എടുത്തത് കൊണ്ടാണ് ഈ നിസ്കാരം വന്നത്. അതുപോലെ യാത്ര പോകുന്നത് കൊണ്ടാണ് യാത്രയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. ഇങ്ങനെ കാരണങ്ങളുടേതായ സുന്നത്ത് നിസ്കാരം അത് ഖളാ വീട്ടൽ ഇല്ല. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. പിന്നീട് ഒരു സമയത്ത് അത് പറ്റുകയില്ല. അല്ലാത്ത സമയം നിശ്ചയിക്കപ്പെട്ട എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഖളാ വീട്ടാൻ പറ്റും. അതുപോലെ സമയം നിശ്ചയിക്കപ്പെടാത്ത ചില ആളുകൾ ജീവിതത്തിൽ പതിവായി ചെയ്യുന്ന ചില നിസ്കാരങ്ങൾ ഉണ്ടാവാം. ഒരാള് ദിവസവും ഒരു 10 റക്അത്ത് നിസ്കരിക്കാറുണ്ട് രാത്രി, അല്ലെങ്കിൽ ഏതൊരു സമയത്ത് ഒരു 10 റക്അത്ത് നിസ്കരിക്കും, മുത്തലക്കം സുന്നത്ത് നിസ്കാരം. ഒരു ദിവസം അവൻ അത് കഴിഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരവും ഖളാ വീട്ടൽ സുന്നത്താ. അതുപോലെ തന്നെയാണ് പതിവാക്കുന്ന ദിക്റുകളൊക്കെ. നമ്മൾ പതിവായി ചൊല്ലി വരുന്ന ചില ദിക്റുകൾ, ചില മഹാന്മാര് ഇന്ന ദിക്ർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് പതിവായി ചൊല്ലുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം അത് മറന്നുപോയാൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ്. ഇങ്ങനെ ഖളാ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടാൻ പറ്റുന്നതാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ദീനിന്റെ കാര്യങ്ങൾ അതൊക്കെ പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയ ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.